അധികം സംസാരിക്കുന്നില്ല. ഇവിടെ ഒരുപാട് കലാപരിപാടികളും എല്ലാം ഉണ്ട്. നിങ്ങളുടെ ഒരു കൂട്ടായ്മ ഒരുപാട് സന്തോഷം. ഒന്ന് മാത്രം പറയാം, നമ്മുടെ ജീവിതം ജീവിച്ചു തീർത്തതുകൊണ്ട് വളരെ മനോഹരം ആക്കാൻ നമുക്ക് കഴിയത്തില്ല. നമ്മുടെ ജീവിതം കൊണ്ട് മറ്റാരുടെയെങ്കിലും ജീവിതത്തിൽ ഇത്തിരി സന്തോഷമോ അവർക്കൊരു പുഞ്ചിരിയോ നൽകാൻ നമ്മുടെ ജീവിതം കൊണ്ട് കഴിയുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നതിൽ നമ്മൾ ഒരു അർത്ഥം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. പിന്നെ രജിത് കുമാർ സാർ പറഞ്ഞതിൽ ഒരു എതിർപ്പ് എനിക്കുണ്ട് പേഴ്സണലി. കാരണം ഡിവോഴ്സ് ചെയ്തത് കൊണ്ടോ അല്ലെങ്കിൽ കുട്ടികൾ നമ്മളെ കളഞ്ഞിട്ട് പോയത് കൊണ്ടോ കുട്ടികൾ ഇല്ലാത്തത് കൊണ്ടോ കുടുംബം ഇല്ലാത്തത് കൊണ്ടോ നമുക്ക് ചാരിറ്റി ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനോട് എനിക്ക് എതിർപ്പുണ്ട്. കാരണം അറിയാലോ, കുറെ വർഷമായിട്ട് ഈ ജോലി നിൽക്കുന്നു. ഞാൻ എൻ്റെ ഫാമിലിയെയൊക്കെ പ്രൊട്ടക്ട് ചെയ്ത് എനിക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ 19 വയസ്സ് തൊട്ട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്ത് ജീവിതം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്. ആ ചെറുപ്പകാലത്ത് പോലും ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന വിധം എനിക്ക് കിട്ടുന്ന ആ വരുമാനത്തിൽ നിന്ന് പലതും ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ചെറിയൊരു ഉദാഹരണം, എൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഓർമ്മ ദിവസം കുറച്ച് പൊതിച്ചോറുകൾ അല്ലെങ്കിൽ രാവിലത്തെ കാപ്പി ഞാൻ തന്നെ എൻ്റെ കൈകൊണ്ടുണ്ടാക്കി ശാർക്കര ക്ഷേത്രത്തിൽ പോയി. ഞാൻ അവിടെയാണ് കുറെ കാലം താമസിച്ചിരുന്നത്, ചെറിയ ശാർക്കര ക്ഷേത്രത്തിൽ പോയി. അവിടെ ഒരുപാട് ഈ കുറച്ച് പ്രായമായവരും അസുഖം ബാധിച്ചവരും ആരോരും ഇല്ലാത്തവരും ഒക്കെ ആ പറമ്പിലിരിക്കും. ഞാൻ എൻ്റെ 2.5 വയസ്സായ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. മോളെ കൊണ്ടാണ് ഞാൻ ഈ പൊതിച്ചോറെല്ലാം കെട്ടി 2 കവറിലാക്കി 2.5 വയസ്സായ എൻ്റെ മൂത്ത മകളെ കൊണ്ട് ഞങ്ങൾ നടന്ന് പറമ്പിൽ ചെന്ന് എല്ലാവർക്കും കൊടുക്കും. എൻ്റെ കുഞ്ഞിനെ കൊണ്ടാണ് ഞാനത് കൊടുപ്പിക്കുന്നത്. അപ്പൊ എൻ്റെ എൻ്റെ മോള് ചോദിക്കും, തിരിച്ച് നടന്നു പോകുമ്പോൾ ചോദിക്കും, അമ്മ എന്താ അമ്മ എല്ലാരും അങ്ങനെ അവിടെ വന്നിരിക്കുന്നത്, നമ്മൾ എന്തിനാ ഈ ആഹാരം? അപ്പൊ 2.5 വയസ്സ് 3 വയസ്സ് ആ പ്രായമുള്ളൂ. ആഹാരം കൊണ്ട് കൊടുക്കുന്ന, അവർ വാങ്ങുന്ന, അവർക്ക് വീട്ടിൽ പോയി കഴിച്ചുകൂടെ, എന്താ ഇങ്ങനെ? അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, നല്ല മോനെ, അവർ ആരും ഇല്ലാത്തവരൊക്കെയാണ്. അതിപ്പോ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ ദിവസം, അതിനൊരു ഇത്തിരി നമുക്ക് വല്ലപ്പോഴും കൊടുക്കാം. അപ്പോഴും കുറച്ചു പേർക്ക് ഇങ്ങനെ കയ്യും കാലൊക്കെ ഇങ്ങനെ മുറിവൊക്കെ പറ്റി കെട്ടിയിട്ടൊക്കെ ഇരിക്കുന്ന കുറച്ച് ആളുകളുണ്ടായിരുന്നു. അപ്പൊ അത് കണ്ടിട്ട് ഈ കുഞ്ഞു ചോദിച്ചു, എന്താ ഇവർക്ക് ഹോസ്പിറ്റലൊക്കെ പോയിക്കൂടെ ഇങ്ങനെ എന്നൊക്കെ അവളുടെ കുറേ സംശയങ്ങൾ, ആ കൊച്ചു മനസ്സിൽ കുഞ്ഞ സംശയങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതുപോലെ എന്ത് ചെയ്യാൻ പറ്റും? ആരും ഇല്ലാത്ത കുറെ മനുഷ്യർ ഇതുപോലെയൊക്കെ വയസ്സാകുമ്പോ നിങ്ങളും എന്നെ കളഞ്ഞിട്ട് പോയാൽ ഞാനും ഇങ്ങനൊക്കെ ആരും ഇല്ലാതാവും എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചുമ്മാ പറഞ്ഞു പോയി. പക്ഷെ ആ 2-3 വയസ്സായ കുഞ്ഞിന്റെ മനസ്സിൽ അത് ഭയങ്കരമായിട്ട് കയറിയിട്ട് ആ ഒരു സമയത്ത് തന്നെ എനിക്ക് 4 വയസ്സിനകത്ത് അവള് പറഞ്ഞു, എനിക്ക് വലുതാവുമ്പോൾ പഠിച്ച് ഡോക്ടറായിട്ട് ഈ പാവങ്ങളെ എല്ലാം ഫ്രീ ആയിട്ട് എനിക്ക് ചികിത്സിക്കണം. എന്റെ കുഞ്ഞു പറഞ്ഞതാ. പക്ഷെ അന്ന് ഞാൻ വിചാരിച്ചത് വെറുതെ അവരിപ്പോ പിള്ളേർക്കൊക്കെ തോന്നുന്ന പറയും ഇതുപോലെ പറഞ്ഞു പോയതാണ്. പക്ഷെ ഇന്ന് എന്റെ മകള് അതിൽ തന്നെ ഉറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇന്ന് അവള് MBBS 2ാം വർഷം പഠിക്കുകയാണ്. എന്നിട്ട് കോവിഡ് വന്ന സമയത്ത് അവർക്ക് തോന്നിയൊരു കാര്യമാണ്, അമ്മ ഞാൻ മെഡിസിൻ എടുത്തിട്ട് റിസർച്ചിലേക്ക് പോകും, ലോകത്തുള്ള മനുഷ്യരെ പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു മരുന്ന് എനിക്ക് കണ്ടുപിടിക്കണം. ആ കുഞ്ഞെന്നോട് പറഞ്ഞു, അത് എത്രത്തോളം അതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്. പക്ഷെ ഞാൻ പറഞ്ഞത്, ചാരിറ്റി എന്ന് പറയുന്നത് നമുക്ക് അങ്ങനല്ല, നമ്മൾക്ക് മനസ്സിൽ തോന്നി ചെയ്യണം. അതിന് നമ്മുടെ കയ്യിൽ കോടികൾ വേണമെന്നൊന്നുമില്ല, എന്റെ അധികം പൈസയൊന്നും ഇല്ല. പക്ഷെ ഉള്ളതിന് നമുക്ക് ഒരു പൊതി ചോറ് ഒരു നേരം വിശക്കുന്ന ഒരു മനുഷ്യന് കൊടുത്താൽ അത് തന്നെയാണ് വലിയൊരു കാര്യം. ആ ഒരു കാര്യത്തിൽ മാത്രം ചെറിയൊരു എന്റെ അമ്മ അത് കാണിച്ചു തന്നോണ്ടാണ് ഞാൻ എന്റെ ഉള്ളിൽ ഇതുണ്ടായത്. ഇത് തോന്നാൻ കാരണം എന്തായിരുന്നു? അല്ല, എനിക്ക് ചെറുതിലോട്ട് ഈ ഒരു മനസ്സുണ്ടായിരുന്നു. അതെ. അപ്പൊ എന്തായാലും നമ്മുടെ മനസ്സാണ് ഏറ്റവും വലുത്. നമുക്കൊരു മനസ്സുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ എല്ലാവർക്കും എന്നെ ഇവിടെ വിളിച്ച് ആദരിച്ചതിന് തണലിനോട് ഒരുപാട് നന്ദി പറയുന്നു.